പണ്ടൊരു വണ്ടി ഉണ്ടാക്കിയിരുന്നത് ബിൽഡ് ടു ലാസ്റ്റ് എന്നാ പറയാം. ഇന്ന് ബിൽഡ് ടു കോസ്റ്റ് എന്ന് പറയും. ഒരു സാധാരണക്കാരന്റെ പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ വരുന്ന കാറുകളുടെ മേക്കിങ്ങിൽ ക്വാളിറ്റി കുറയുന്നുണ്ടോ? ബ്യൂട്ടി കൂട്ടാൻ നോക്കിയിട്ട്? നോട്ട് ബിക്കോസ് ഓഫ് ബ്യൂട്ടി. ബ്യൂട്ടി കൂട്ടുന്നതുകൊണ്ട് മാത്രമല്ല, കോസ്റ്റ് ഈസ് വൺ കൺസേൺ. സെക്കൻഡ് ഈസ് കോസ്റ്റ് മാത്രമല്ല, കോസ്റ്റ് ഒരു വലിയ ഫാക്ടറാണ്. രണ്ടാമത്തെ ഫാക്ടർ പറഞ്ഞാൽ വണ്ടിയുടെ ലൈഫ് ഇപ്പം കാൽക്കുലേറ്റ് ചെയ്യുന്ന കുറച്ചിട്ടാണ്. പണ്ടൊരു വണ്ടി ഉണ്ടാക്കിയിരുന്നത് ബിൽഡ് ടു ലാസ്റ്റ് എന്നാ പറയും. ഇന്ന് ബിൽഡ് ടു കോസ്റ്റ് എന്ന് പറയും. കോസ്റ്റ് മാത്രമല്ല, ഒരു വണ്ടിയുടെ ലൈഫ് സ്പാൻ കുറച്ചുകൊണ്ടിരിക്കുക. പണ്ട് നമുക്കറിയാം ലക്ഷക്കണക്കിന് കിലോമീറ്ററാണ് ഗ്യാരണ്ടി ചെയ്തിരുന്നത് ഓരോ ബ്രാൻഡുകളും, ഓരോ എഞ്ചിനാണെങ്കിലും. ഇപ്പം ഉദാഹരണം പറയാം, മെർസിഡീസ് പോലത്തെ ഒരു ബ്രാൻഡ്, അവരുടെ ചില ടാക്സീസ് പലസ്തീനോ അല്ലെങ്കിൽ ഇവൻ നമ്മളെ ഈ പുവർ ആയിട്ട് നിൽക്കുന്ന കൺട്രീസിൽ, ആഫ്രിക്കൻ കൺട്രീസിലുണ്ട് 10-15 ലക്ഷം ഓടി ഒളിഞ്ഞിട്ടുള്ള വണ്ടി, പക്ഷേ എഞ്ചിൻ അനങ്ങൂല. അങ്ങനത്തെ വണ്ടികളെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ ഇന്ന് നമുക്ക് അത് കേൾക്കാൻ പറ്റില്ല ഒരു ബ്രാൻഡിൽ നിന്നും. കാരണം എന്താ, അവർക്കൊരു ടൈം കഴിഞ്ഞ് ഈ വണ്ടികളെല്ലാം പോകണം. ഈ ഒരു മെന്റാലിറ്റികൾ അതിന് കുറെ കാരണം റൂൾസുമാണ്. റൂൾസ് ആർ കീപ്പിംഗ് ഓൺ ചേഞ്ച്. നമുക്ക് ഏറ്റവും ബെഞ്ച് മാർക്ക് ചെയ്യുന്ന റൂൾ യൂറോപ്യൻ റൂൾസ്. ബിക്കമിങ് സ്ട്രിഞ്ചന്റ് ആൻഡ് സ്ട്രിഞ്ചന്റ് ആൻഡ് സ്ട്രിഞ്ചന്റ്. കാർ മാനുഫാക്ചർ ഫൈൻഡിങ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു കോപ്പ് അപ്പ് വിത്ത് ദാറ്റ്. ആ സമയത്ത് ഇവർ കോസ്റ്റ് കട്ടിങ് ആ പിന്നെ ചെയ്യുന്നത്, ക്വാളിറ്റി മോശമാക്കിയിട്ടും. പിന്നെ അത്രയും കാലം കൊണ്ട് 5 കൊല്ലം അല്ലെങ്കിൽ 10 കൊല്ലം കാണേണ്ട ഒരു വണ്ടി 5 കൊല്ലം വാറണ്ടി പീരീഡിൽ നമ്മൾ സേഫ് ആയിട്ട് കാണിക്കുക, അതാക്കുക. പക്ഷെ നമുക്ക് പണ്ടത്തെ കാറിൽ ഉണ്ടാകുന്ന ഒരു ലെതറിന്റെ ഫീലോ